എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശിവനെയും ഗംഗാധരനെയും യാത്രയാക്കിയതിന് ശേഷം കൃഷ്ണമോള് ഭവിതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അമ്മയെ കണ്ടോ, എന്താ അമ്മ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. അമ്മയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവിട്ടത് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അമ്മയുടെ മുറി ഞാൻ ഉപയോഗിച്ചതും ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അന്നേരം അലീന ചേച്ചി കണ്ടോ എന്ന് ചോദിക്കുമ്പം ആ കണ്ടു, അവൾ ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തു, അത് വേണ്ട എന്ന് പറഞ്ഞു, അത്ര തന്നെ, അത് അവിടെ തീർന്നു എന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമോള് പിന്നെയും ചോദിക്കുന്നുണ്ട്, ചേച്ചിയോട് അമ്മ എങ്ങനെയാണ് പെരുമാറിയത്, സ്നേഹത്തോടെയൊക്കെ പെരുമാറിയോ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അത് പണ്ടേ ഇല്ലല്ലോ, ഞാൻ ആ റൂം ഉപയോഗിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മ വന്നപ്പോൾ ഞാനതങ്ങ് ഒഴിഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് നേരെ വൈജേന്ദ്ര റൂമിലോട്ട് ചെല്ലുമ്പം ഒരു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഫോണൊക്കെ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കൃഷ്ണമോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛനെ കണ്ടോ എന്ന്. അന്നേരം ഞാനെന്തിനാ കാണുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, അമ്മയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലേ, ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഒരു മാറ്റവും ഇല്ലേ, ഇങ്ങനെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് ചോദിക്കും. അന്നേരം അതല്ല, അമ്മയുടെ പ്ലാസ്റ്ററൊക്കെ വെട്ടി, എങ്ങനെയാണ് ഇപ്പം നടക്കാൻ പറ്റുമോ, ഒന്ന് നടന്ന് കാണിച്ചതെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി അങ്ങ് 2 സ്റ്റെപ്പ് നടന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മ രോഹിയേട്ടനെ കണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അതെങ്ങനെയാണ് അവനെ കാണുന്നത്, മുകളിലോട്ട് കയറി പോകണ്ടേ, എൻ്റെ കാലിന് വേദനയാണ്, അങ്ങനെ പെട്ടെന്ന് നടന്ന് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ മോനല്ലേ ജയിൽവാസവും കഴിഞ്ഞിട്ട് അവിടെ വന്ന് കിടക്കുന്നത്, അമ്മ പോയി കാണണ്ടേ, ഇങ്ങ് വന്ന് ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുവാണ്. എന്നിട്ട് താഴെ നിന്ന് ഫോൺ വിളിക്കുവാണ് രോഹിയുടെ ഫോണിലോട്ട്. അത് സ്വിച്ച് ഓഫ് ആയി കിടക്കുക, അവനിപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഇതെന്താ വിളിച്ചിട്ട് കിട്ടാത്ത, സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറയുമ്പം അമ്മയ്ക്ക് രോഹിയേട്ടൻ്റെ റൂമിലേക്ക് പോകണമെങ്കിൽ ഫോൺ വിളിക്കണം, ഇങ്ങോട്ട് വന്നേ, അതോ മുകളിൽ അച്ഛനുള്ളതുകൊണ്ട് അമ്മയ്ക്ക് പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം ദേ കൃഷ്ണമോളെ ആവശ്യമില്ലാതെ പറയരുത്, നിൻ്റെ അച്ഛനെ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് കൃഷ്ണമോള് പറയുന്നുമുണ്ട്, അമ്മയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റമൊന്നും ഇനി നടക്കത്തില്ല, അമ്മ പറയുന്നൊന്നും ആരും വിശ്വസിക്കത്തുമില്ല, ഈ പറഞ്ഞ ഭവതേച്ചി പോലും ഇനി അമ്മ പറയുന്നതൊക്കെ കേൾക്കുമെന്ന് ദൈവത്തിനറിയാം എന്നിങ്ങനെ പറയുമ്പോൾ അവളെ മയക്കുമോ അലീന എന്ന് ചോദിക്കും. അന്നേരം മയക്കിയതല്ല, ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നും കൃഷ്ണമോള് പറയുന്നുണ്ട്. ഇപ്പൊക്കെ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കയറി കഴിയുമ്പോൾ എൻ്റെ കാലിന് വേദന എടുക്കുന്നു, എനിക്കങ്ങനെ പെട്ടെന്ന് കയറാനൊന്നും പറ്റത്തില്ല, ഞാൻ നാളെ കയറി വന്നോളാം എന്ന് പറയും. അന്നേരം അമ്മ ഏതായാലും ഇത്രയും കയറിയില്ലേ, ബാക്കിയും കൂടെ കയറി വന്നേ, അമ്മ പേടിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും പറയുകയില്ല എന്നൊക്കെ പറയുമ്പം നിന്നോട് പലവട്ടം പറഞ്ഞു നിൻ്റെ അച്ഛനെ എനിക്ക് പേടിയില്ല എന്ന്, അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കേണ്ട എന്ന് പറയും. ഏതായാലും ഇവർ പയ്യെ കയറി മുകളിൽ ചെല്ലുമ്പോൾ കറക്റ്റ് റൂമിൽ നിന്ന് ബാലേന്ദ്രൻ ഇറങ്ങി വരുക. അന്നേരം ബാലേന്ദ്രൻ പെട്ടെന്ന് വൈജയന്തിയെ കാണുമ്പോൾ ഒന്ന് ഷോക്കാവുന്നു, രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം കൃഷ്ണമോള് ഹായ് അച്ഛ എന്നിങ്ങനെ പറയും. അന്നേരം നിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞൂടി, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണക്കായിരുന്നു, വലിയ പ്രശ്നം മാത്സ് ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുവാണ്. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി പോകുമ്പം വൈജയന്തി ഇടയ്ക്ക് നോക്കുന്നുണ്ട്, അതുപോലെ വൈജയന്തിയും ബാലേന്ദ്രനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇറങ്ങിപ്പോയി കഴിയുമ്പം എന്താമ്മ ഇവിടെ നിൽക്കുന്നത്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഇവിടെ വരെ എന്നെ കൂട്ടിക്കൊണ്ട് വന്ന നീയല്ലേ, ഇനി ഞാൻ തന്നെ റൂമിലേക്ക് പോകണോ എന്ന് ചോദിക്കും. അന്നേരം അതെന്താ തന്നെ റൂമിലേക്ക് പോയാൽ രോഹിയേട്ടൻ അമ്മ എന്തെങ്കിലും ചെയ്യുമോ, അതോ അച്ഛനെ പോലെ തന്നെ രോഹിയേട്ടനെ അമ്മയ്ക്ക് പേടിയാണോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നീ എൻ്റെ തല്ലി മേടിക്കൂട്ടോ, എനിക്ക് നിൻ്റെ അച്ഛനെയും അതുപോലെ മകനെയും ആരെയും പേടിയില്ല എന്ന് പറയുന്നു. നേരെ റൂമിലോട്ട് ചെല്ലുമ്പം ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് കിടക്കുവാണല്ലോ രോഹി. അതുകൊണ്ട് എന്നെ കോലമാടാ നിൻ്റേത്, നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു ജയിലിലൊക്കെ പണ്ടത്തെ പോലെയല്ല, നല്ല ഭക്ഷണമാണോ എന്നൊക്കെ കേട്ടു, അത് നേരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് മൂളും. അത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയുണ്ട്, നിനക്ക് പനിയാണോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഒന്നും അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല കേട്ടോ രോഹി, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം നിനക്കെന്താ എന്നോട് ഇത്ര വൈരാഗ്യം, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, ഓരോന്നിനെ ഇറങ്ങി പുറപ്പെടുമ്പം ആലോചിക്കണമായിരുന്നു, ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ച നാണക്കേട്, ആ സമയത്ത് വിവാഹവും കുട്ടികളും ഒന്നും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ച് ഒന്നും വേണ്ടാന്ന് ഞാൻ ഓർത്തു പോയായിരുന്നു, അത്രയ്ക്ക് നാണക്കേടായിരുന്നു, നേഴ്സുമാരൊക്കെ എന്നെ നോക്കി ചിരിക്കുമായിരുന്നു, അതിൻ്റെ അർത്ഥമൊക്കെ എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അതുപോലെ നാണക്കേടിലൂടെ ഞാൻ കടന്നു പോകുന്നത്, ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് നീയല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പം കൃഷ്ണമോൾ പറയും, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, കഥയൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നു. അന്നേരം ഞാൻ എൻ്റെ വിഷമമല്ലേ പറഞ്ഞത്, എൻ്റെ മക്കളോടല്ലേ എനിക്ക് വിഷമം പറയാൻ പറ്റത്തുള്ളൂ, ഒരു ഭർത്താവുള്ളതാണെങ്കിൽ തലതിരിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കൃഷ്ണമോൾ പറയും. അത് കഴിഞ്ഞ് വൈജയന്തി പിന്നെയും രോഹിയോട് സംസാരിക്കുന്നുണ്ട്. എടാ എനിക്ക് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല, കാലിന് വേദനയാണ്, അതുകൊണ്ട് നീ താഴേക്ക് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട,
ഇതിപ്പം നാട്ടുകാർ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ തൊണ്ടയിൽ പുഴുത്ത ഇറക്കാനല്ലേ പറ്റൂ. അതുകൊണ്ട് ഇനിയുള്ള ലൈഫിലും മുന്നോട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ രോഹിക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് രോഹിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അലീനയാണ് എന്ന് പറയുമ്പം അതും ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2 പെങ്ങന്മാർ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അതിന് രോഹിയേട്ടൻ വന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറിയെന്ന് അമ്മയ്ക്കറിയാവോ, രോഹിയേട്ടൻ ആരെ അടുപ്പിക്കുന്നില്ലായിരുന്നു, എത്ര പാത്രവും ഗ്ലാസ്സും ഒക്കെ പൊട്ടിച്ച് കളഞ്ഞതെന്ന് അറിയാമോ, ഇതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കുറേ സംസാരിച്ചിട്ട് ഇടയ്ക്ക് നീ ആ താഴോട്ട് വരണം, എനിക്കിങ്ങോട്ട് കയറി വരാനൊന്നും പറ്റിയില്ല കേട്ടോ, നീ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി താഴേക്ക് ഇറങ്ങി പോവാണ്. അന്നേരം ആകെ വിഷമത്തോടെ അതെല്ലാം കേട്ടിങ്ങനെ കിടക്കുന്നുണ്ട് രോഹി. ഇതുപോലെ പോകുന്നതിന് മുമ്പ് വൈജയന്തി രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ ജയിലിൽ ചെന്ന് കഴിയുമ്പം അവരെല്ലാം നിന്നെ ഉപദ്രവിച്ചായിരുന്നോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അവിടെ ആവശ്യത്തിന് തല്ലി കിട്ടിയിട്ടുണ്ട്, അതുകൂടാതെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിപ്പോയി, അന്നേരം തല്ലി കിട്ടി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ഇങ്ങനെ വിഷമിച്ച് കിടക്കുവാണ് രോഹിയെ. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എടാ നീ അവിടുന്ന് പോന്നപ്പം ഹരിയെ കണ്ടായിരുന്നോ, അവൻ എങ്ങനെയുണ്ട്, അവന് വിഷമമായോ എന്നൊക്കെ ചോദിക്കുമ്പം ദേഷ്യം വരും കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ വൈജയന്തി ചോദിക്കും, കരിയുടെ കാര്യമാണോ അമ്മയ്ക്ക് അറിയണ്ടേ, ആ കരി കാരണം ഇത് മൊത്തം ഉണ്ടായത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, തെറ്റുപറ്റി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പം സഹിക്കുകയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, 2 പേര് ഒരുമിച്ച് ജയിലിലോട്ട് പോയിട്ട് ഒരാൾ പുറത്തേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ട് മറ്റേ ആൾക്ക് വിഷമം തോന്നുമല്ലോ, അത് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൻ്റെ കാര്യം ഇവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും കൃഷ്ണമോൾ പറയുന്നുണ്ട്. കൃഷ്ണമോൾക്ക് ഭയങ്കര ദേഷ്യം ഹരിയുടെ കാര്യം കേൾക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഗംഗാധരനും ശിവനോട് വീട്ടിലോട്ട് ചെല്ലുന്നേക്ക് ഓടി വരുന്ന കമലയാണ്. എന്നിട്ട് എന്തായി, വൈജയനെ വീട്ടിൽ കൊണ്ട് വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പം തന്നെ അവളുടെ സാധനങ്ങളും എല്ലാം വണ്ടിയിലെടുത്ത് വെച്ച് അവളെ കൊണ്ട് കടപ്പാട്ടൂർ ഇറക്കി വിട്ടിട്ടുണ്ട് എന്ന് പറയും. അന്നേരം എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചത്, അലീനയായിട്ട് അവൾ വഴക്കുണ്ടാക്കിയോ, അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുക. അന്നേരം അത് കേട്ടുകൊണ്ടാണ് മനു ഇറങ്ങി വരുന്നത്. അന്നേരം മനു കളിയാക്കി പറയുന്നുണ്ട്, കണ്ടോ ആ ഒരു സ്പിരിറ്റ് കണ്ടോ, അവിടെ വഴക്കുണ്ടാക്കിയോ എന്നറിയാനുള്ള ആ സ്പിരിറ്റ് കണ്ടോ, അതാരും കാണാതെ പോകരുതെന്ന് പറയുമ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, അവൾക്ക് കണ്ടുകൂടാത്തത് അലീനയല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ വഴക്കുണ്ടായി കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം അവിടെ ആരോടെങ്കിലും സംസാരം ഉണ്ടായോ വഴക്കുണ്ടായോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ അവളെ കൊണ്ടുവിട്ടപ്പോൾ അവൾ റൂമിലേക്ക് പോയി, അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് അവളെ ഒന്ന് കണ്ടത്, വേറെ ഒന്നും അറിയില്ല എന്ന് പറയുമ്പം കമല പറയുക, എങ്കിൽ ഇന്ന് വൈകിട്ട് അവിടെ ഒരു വഴക്ക് നടക്കും, ഉറപ്പായിട്ടും അലീനയായിട്ട് അവൾ വഴക്കുണ്ടാക്കും, അത് ഉറപ്പല്ലേ, പിന്നെ ബാലേന്ദ്രനായിട്ടാണേലും വാക്കുതർക്കം ഉണ്ടാകാലോ എന്നൊക്കെ പറയുവാണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അതുപോലെ രോഹിയുടെ കാര്യവും ചോദിക്കുന്നുണ്ട്, അവനെങ്ങനെയാണ് അലീനയുടെ കൂടോത്രവും മയക്കുപിടിയും ഒക്കെ ഏറ്റ് അവനൊരു പരുവായോ എന്ന് ചോദിക്കുമ്പം മനു ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതെല്ലാം കൂടെ, ഏതെങ്കിലും ഒരെണ്ണം പോരേന്ന്, എന്നിട്ട് ഇതെല്ലാം അറിയാവുന്നവളാണ് അവൾ, അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വരെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചത് എന്നും പറയുന്നുണ്ട് കമല. അതുപോലെ കമല അവിടെ അടിയുണ്ടാകും, ഇനിയും കാര്യങ്ങളൊന്നും നേരാവണ്ണം പോകില്ല എന്നൊക്കെ പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവിടേക്ക് ആരും ശ്രദ്ധിക്കാൻ പോകണ്ട, അവരുടെ കാര്യം അവർ നോക്കിക്കോളും, പയ്യെ കാര്യങ്ങളൊക്കെ നേരെ ആയിക്കോളും, നേരെ ആയില്ലെങ്കിലും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടാൻ ഞാൻ വരികയില്ല എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഈ രോഹിയുടെ കാര്യമൊക്കെ പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, സ്വന്തം മോൻ്റെ അവസ്ഥ എന്താണെന്നും അവനിപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എന്താണോ എന്ന് ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അവനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുക, അതാണ് നല്ലത് എന്ന് പറയുമ്പം പെട്ടെന്ന് കമല പറയുവാണ്, അവനെ ഒന്ന് അന്വേഷിക്കാൻ, അവൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ ഇവിടെ ആർക്കും സമയമില്ല, പണവുമില്ല, പക്ഷേ പെങ്ങൾ വാടക വീടെടുത്ത് പോകും എന്നറിഞ്ഞപ്പോഴത്തേക്കും ഓടി വരാനും ചെന്ന് വീട്ടിൽ കൊണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ട്, അത് ഞാൻ പറയുമ്പോഴാണല്ലോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇവരെ എല്ലാവരെയും ഒന്ന് കുത്തിയിട്ട് അങ്ങ് പോവുകയാണ്. അന്നേരം ഗംഗാധരൻ ശിവൻ്റെ മുഖത്തേക്ക് നോക്കും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അതൊരു പ്രത്യേക ജന്മമാണ്, ഇനി ഒരിക്കലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല, അതിങ്ങനെ തന്നെ ജീവിച്ചങ്ങ് തീരുവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഗംഗാധരൻ ഇവിടെ വന്നത് ഹരിക്ക് വേണ്ടിയല്ലല്ലോ, അതിൻ്റെ ഒരു പരിഭവം കൂടിയാണ് കമല പറഞ്ഞു വെച്ചത്. പിന്നീട് അലീനയാണ് കാണിക്കുന്നത്. രോഹിത്തിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അലീനയെ രേവതിക്കുട്ടി വിളിക്കുന്നത്. എന്നിട്ട് എന്തുണ്ട് അവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു. കുറേ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രോഹിയുടെ സ്വഭാവത്തെക്കുറിച്ച്. അത് കഴിഞ്ഞ് വീണ്ടും ഓരോന്ന് പറയുമ്പം, എടി നീ ഇങ്ങനെ പറയാതെ, എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, ചെയ്തത് തെറ്റാണ് എന്നുള്ള കുറ്റബോധം അവനുണ്ട്, അതുകൊണ്ട് ജീവിക്കണമെന്ന് പോലുമില്ല, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതിൻ്റെ പേര് നാട്ടുകാരുടെ കയ്യിൽ നിന്നും കിട്ടിയെന്ന് പറയുമ്പം ജയിലിൽ നിന്നും വീട്ടിൽ നിന്നൊന്നും കിട്ടുന്ന പോരാഞ്ഞിട്ടാണോ നാട്ടിൽ
ഇന്നും കൂടെ പോയി ആയിരുന്നു മേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അന്നേരം അലീന പറയുന്നുണ്ട് അവന് മനസ്സിൽ ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇനിയെല്ലാം ശരിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ അവനുള്ള കഞ്ഞിയായിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ ചേച്ചി കൊടുത്തു, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുവാണ് രേവതിക്കുട്ടി. അത് കഴിഞ്ഞ് അലീന രോഹിയുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. റൂമിലോട്ട് ഇത്രയാണ് ഇന്നത്തെ കഥ. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. റൂമിൽ ചെന്നിട്ട് രോഹിയുടെ അടുത്തിരുന്ന് ഒരുപാട് സങ്കടപ്പെട്ട് സംസാരിക്കുന്ന അലീനയാട്ടോ കാണിക്കുന്നത്. നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിന്നോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാനിതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ്, നിനക്കിത് കഴിക്കാൻ മേലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മേടിച്ച് കഴിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തിയും കൃഷ്ണമോളും പണ്ടത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോമാഞ്ചെറിയാണ്. വൈജയന്തി ഒന്ന് പറയും, അതിന് തർക്കുത്തരം കൃഷ്ണമോളും പറയും. എന്തായാലും ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.